അപ്പോൾ ഈ ഞായറാഴ്ച ഞങ്ങൾക്ക് ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക്, എൻ്റെ വീട് പ്ലാപ്പറ്റേക്ക് പോവുകയാണ്. അപ്പോൾ സിദ്ധുവും ഞങ്ങൾ 4 പേരും കൂടിയാണ് പോണത്. അപ്പോൾ മോൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് ആദ്യമായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ കണ്ടത് ടീയക്കുട്ടിയുടെ വീടാണ് യൂട്യൂബ് ചാനലിലുള്ളത്. അങ്ങനെ സിദ്ധു ടീയക്കുട്ടിയുടെ വീട് കണ്ടപ്പോൾ അതാ ടീയക്കുട്ടീൻ്റെ വീട് എന്ന് അവനറിയാത്. ഞങ്ങളെപ്പോഴും വീട്ടിലേക്ക് പോകുമ്പോൾ കോങ്ങാട് സൈഡിലേക്കാണ് പോവുക, അതുകൂടെയാണ് പോവാറ്. അപ്പോൾ മോന് ലൈസൻസ് കിട്ടിയിട്ട് ആദ്യമായിട്ടാണ് ലോങ് ഡ്രൈവ് ചെയ്തിട്ട് പോണത്. ഓടിക്കും, നന്നായി ഓടിക്കും, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ പോണ വഴിക്ക് ഇന്ന് ഒരു അടിപൊളി സ്ഥലത്തേക്ക്, ഒന്ന് വെറുതെ വീട്ടിലേക്ക് മാത്രമല്ല, വേറെ വെക്കേഷന് വേറെ എവിടെയും പോകാത്തത് കൊണ്ട് നമ്മളിതൊരു അടിപൊളി സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്, അന്ന് ഓട്ടോയിലാണ് പോയത്. ഇപ്പോൾ ഇവർക്ക് കാണിച്ചു കൊടുക്കുക, ഇവർ കണ്ടിട്ടില്ല. അപ്പോൾ ഏട്ടനും സിദ്ധുവിനൊക്കെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ പോണ വഴിക്ക് നല്ല വ്യൂസായിരുന്നു, ഗ്രാമപ്രദേശമായിരുന്നു. ചുറ്റും 2 സൈഡും നല്ല പാടങ്ങളും പച്ചപ്പും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. പക്ഷേ പാറശ്ശേരി പറയുന്ന സ്ഥലമുണ്ട്, അവിടെ നിന്ന് ലെഫ്റ്റിലേക്കൊരു വഴിയുണ്ട്, കേരളശ്ശേരി പറഞ്ഞിട്ട്. ആ വഴി കൂടെയാണ് ഈ പ്ലേസിലേക്ക് പോവുക. അപ്പോൾ കുറച്ചൊക്കെ മഴയുടെ ഒരു ഇതുണ്ടായിരുന്നു. ഈ കുളമാണ് ആ ലാൻഡ്മാർക്ക്. ഈ കുളത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് മേലേക്ക് ഒരു കോൺക്രീറ്റ് റോഡ് പോകുന്നുണ്ട്, ആ റോട്ടിലേക്കാണ് തിരിയണത്. പക്ഷേ ഞങ്ങൾ നേരെ കുറച്ചും കൂടിയും ഫ്രണ്ടിലേക്ക് വന്നു, കാരണം ചോദിക്കാൻ ഉച്ച സമയമായതുകൊണ്ട് ആരും ചോദിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നിട്ട് എന്നെ മനസ്സിലായത് വഴി തെറ്റിയെന്ന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് റിട്ടേൺ വന്നിട്ട് പിന്നെ ആ വഴി കൂടെ കയറിയിട്ട് പോയി. ഞാൻ ആദ്യമായിട്ട് 2ാമത്തെ പ്രാവശ്യം വരുന്നത്, പക്ഷേ അന്ന് കുറേ ദിവസം മുന്നേ വന്നതാണ്. ഇതാണ് ആ അമ്പലം, തടുക്കശ്ശേരി ശ്രീ പാമ്പേരിയൻ പാറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. നല്ല വ്യൂ ആണ്. ഈ പലശന വാമലയൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഏകദേശം അതേപോലെ വരും. രണ്ടും കൺഫ്യൂഷനാവും കണ്ടു കഴിഞ്ഞാൽ. ഇതേപോലത്തെ അമ്പലമല്ലേ അതും, വാമല എന്ന് പറയണതും. ഇതിൻ്റെയും ഫ്രണ്ടിലും ഒരു കുളമുണ്ട്, ബാക്കിലും ഒരു കുളമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നല്ല ചൂടുണ്ടായിരുന്നു. എന്നാലും ആ പാറയുടെ മേലെ ആയതുകൊണ്ട് നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഞങ്ങൾ പോയപ്പോൾ. അപ്പോൾ സിദ്ധുവും ഞങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ മേലേക്ക് കയറാൻ പോവുകയാണ്. അവിടെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ആൾക്കാർ കുളിക്കണമൊക്കെ ഉണ്ട് തോന്നുന്നു, കാരണം സ്റ്റെപ്പും കാര്യങ്ങളും തിരുമ്പണ കല്ല് അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നേരം കാലൊക്കെ ഒന്ന് കഴുകി എല്ലാവരും. എന്നിട്ട് ഞാൻ കള്ളിമുൾച്ചെടി കാണിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ പാറയിൽ കൂടെ തന്നെയാണ് കയറേണ്ടത്, സ്റ്റെപ്പൊന്നുമില്ല, വഴുക്കി വീഴൊന്നുമില്ല. മഴക്കാലത്ത് ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നല്ല പാറയായിരുന്നു, വീഴൊന്നുമില്ല, നടക്കാനൊക്കെ പറ്റും ആർക്കാണെങ്കിലും, പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈബായിരുന്നു. നല്ല രസം പറഞ്ഞാൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവർക്ക് ആദ്യമൊക്കെ പേടിയായി, ആ പോണ വഴി കുറച്ച് കാടായതുകൊണ്ട്. പക്ഷേ ഇതിൻ്റെ താഴെയൊക്കെ കുറച്ച് സ്ഥലത്തൊക്കെ കുറച്ച് വീടൊക്കെ ഉണ്ട്. ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നു കേട്ടോ അവർക്ക് എല്ലാവർക്കും. ഒരു കാടൊന്നും അങ്ങനെ ഒറ്റയ്ക്കൊന്നും പോയി കണ്ടിട്ട് ശീലമില്ലാത്തത് കൊണ്ട്. മേലെ ഒരു സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രമാണിത്. ഇവിടെ ഷഷ്ടിയൊക്കെയാണ് പ്രധാനം എന്ന് കേട്ടിട്ടുണ്ട്, എനിക്ക് അത്ര പരിചയമൊന്നുമില്ല. കുറച്ച് ഫേമസ് അമ്പലമാണ്. ഷഷ്ടി സമയത്ത് ഒക്കെയാണ് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ദിവസവും തുറക്കണുണ്ടാവുമായിരിക്കും. ഞങ്ങൾ ചെന്നത് ഒരു ഉച്ച സമയമായതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല അവിടെ, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ അമ്പലത്തിൻ്റെ ബാക്കിലാണ് ഒരു വ്യൂവും. ഈ അമ്പലത്തിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയണതും ഇവിടെയാണ്. എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ അറിയില്ലെങ്കിൽ എനിക്ക് അറിയണത് പറഞ്ഞുതരാം. പക്ഷേ ഇവിടെ ഒരു ഇതുണ്ട്, ഒരു തെളിവ് എന്ന് പറയില്ലേ, അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അമ്പലത്തിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ. അവിടെ പുറത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്, ബാത്റൂം സൗകര്യം അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ. ആ ബാക്കത്തെ ആ കുളത്തിൽ ആൾക്കാർ കുളിക്കണൊക്കെ ഉണ്ട്. കണ്ടോ, ഇവിടുന്ന് നോക്കുമ്പോൾ എന്ത് ഭംഗിയാ അറിയോ. നല്ല ക്ലൈമറ്റും ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, എത്ര കണ്ടാലും മതിയാവില്ല. ആ കുളത്തിൽ വെള്ളം മഴക്കാലം ഇതിനെയും വെള്ളം ഉണ്ടാവും, കുറച്ച് വെള്ളം അവിടുന്ന് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് ആ സ്ഥലത്തുനിന്നൊക്കെ. ഇതുണ്ടോ ഒരു വൈറ്റ് കളർ ഒരു പാട് കണ്ടില്ലേ അവിടെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അവിടുത്തെ ഒരു ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയണതാണ്. ഈ കുളത്തിലൊരു പാമ്പുണ്ടായിരുന്നു എന്നോ, ആ പാമ്പ് ആ കുളത്തിൽ നിന്ന് അങ്ങനെ ഇഴഞ്ഞ് കയറി വന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് ആ പാമ്പ് പോയ വഴിയാണ് ഈ പാട് എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് പാമ്പേരിയൻ പാറ, പാമ്പ് ഇഴഞ്ഞു വന്ന പാറ, അങ്ങനെ പാമ്പേരിയൻ പാറ എന്ന് പേര് വന്നത് എന്നാണ്
ഇവിടുത്തെ ഒരു ഐതിഹ്യമായിട്ട് പറയുന്നത്. അവിടെ നിന്നാണ് തുടങ്ങണത്. കണ്ടില്ലേ, ഒരു വൈറ്റ് ഒരു പാട് കണ്ടില്ലേ, അതാണ് ആ സ്ഥലത്തിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയണത്. എന്നിട്ട് ഞാൻ ഇത് പോയ വഴി കുറച്ച് ദൂരം അങ്ങനെ പോയി നോക്കി. ലാസ്റ്റ് അവിടെ ആ ഒരു കാടിൻ്റെ അവിടേക്കായിട്ട് അതങ്ങനെ ഫിനിഷ് ആവുന്നുണ്ട് ഈ ഇത്. പിന്നെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ഒന്നാന്തരം വ്യൂ ആണ് കേട്ടോ. വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ കുറച്ച് അവിടേക്ക് ഈ ചുവപ്പ് കളർ ഗുൽമോഹറോ അങ്ങനെ ഒരു പൂല, അതിൻ്റെയൊക്കെ ചെടികൾ നിറയെ ഉണ്ടാവും. ഇപ്പോൾ എല്ലാ ചെടികളും തളിർത്ത് ഇലയൊക്കെ കൊഴിഞ്ഞ് തളിർത്ത് നിൽക്കുന്ന സമയമല്ലേ. അപ്പോൾ ഞാൻ ആ പാട് പോയ വഴി കൂടെ അങ്ങനെ കുറച്ച് ദൂരം പോയി നോക്കിയതാണ്. അത് എവിടെയാണ് ലാസ്റ്റ് ഇതിൻ്റെ എൻഡ് എന്ന് കണ്ടില്ലേ. ഇതാരും ഉണ്ടാക്കിയതോ അതൊന്നുമല്ല, പക്ഷെ ഇതിങ്ങനെയാണത്. അങ്ങനെ ആ കാട്ടിലേക്ക് ഇഴഞ്ഞു പോയി എന്നാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം എന്ന് പറയണത്. പിന്നെ മുരുകൻ്റെ അമ്പലമായതുകൊണ്ട് മുരുകനും പാമ്പുമായിട്ടൊരു കണക്ഷനൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഇവിടെ നിറയെ മയിലുകളൊക്കെ ഉണ്ട്. നല്ല മയിലിൻ്റെ സൗണ്ടൊക്കെ നിറയെ കേൾക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ ആൾക്കാരൊന്നുമില്ല. അന്നദാനം ഒരു മണ്ഡപം അതൊക്കെ ഉണ്ട് ഇവിടെ. അന്നദാന മണ്ഡപം എല്ലാം ഷഷ്ടിക്കാണ് ഇവിടെ പൂജ ഫേമസ് ആയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു മുത്തശ്ശിയാർ തന്നില്ലേ. പിന്നെ ഒരു ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ മുത്തശ്ശിയാർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ചെറിയൊരു കോവിൽ കണ്ടില്ലേ. ആ മുത്തശ്ശി അവിടുത്തെ ആ കുളത്തിൽ നിന്ന് ഇങ്ങനെ വള്ളം എടുത്തിട്ട് വന്നിട്ട് അങ്ങനെ ഒരു കഥ കൂടി ഈ അമ്പലത്തിനുണ്ട്. കുറേ വർഷം പഴക്കമുണ്ട് എന്തായാലും. കാരണം എന്താ, ഇവിടുത്തെ ഒരു സുബ്രഹ്മണ്യ സ്വാമിയുടെയും മയിലിൻ്റെ ഒരു ശില്പം തന്നെ അവരത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. പാട്ടൊക്കെ വെക്കും തോന്നുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ, അതുകൊണ്ടാണ് അവിടെ ലൗഡ് സ്പീക്കർ കണ്ടില്ലേ. പിന്നെ അവിടെ പോയി നോക്കും, നല്ല വ്യൂ ആണ് കേട്ടോ. എന്ത് ഭംഗിയാണ് ഈ സ്ഥലം അറിയാം. അങ്ങനെ അധികം ആരും കണ്ടിട്ടില്ലാത്തൊരു സ്ഥലം തന്നെയാണിത്. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ആരും ഇതിൻ്റെ ഒന്നും കാണിക്കണത്. പിന്നെ അവിടെ ഒരു നാഗപ്രതിഷ്ഠയൊക്കെ ഉണ്ട് അപ്പുറത്ത്. ഇത് ഫ്രണ്ടിലത്തെ വാപ്പിളിക്കും. അവരൊക്കെ താഴത്തേക്ക് ഇറങ്ങി, കാരണം ആരും ഇല്ലാത്തതുകൊണ്ട് അവർക്കൊക്കെ ഭയങ്കര പേടിയായതുകൊണ്ട് അവരെല്ലാവരും താഴത്തേക്ക് ഇറങ്ങി. ഞാൻ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ച് ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് അനുഗ്രഹമായി കരുതണു. അങ്ങനെ അവിടെ ഉള്ള വ്യൂസൊക്കെ കണ്ട് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മഴ വരണ ഒരു ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ഇതൊക്കെ എടുത്തിട്ട് കഴിഞ്ഞിട്ട് താഴത്തേക്ക് ഇറങ്ങി അങ്ങനെ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വരികയാണ്. ഇത് വീടിൻ്റെ അവിടേക്കുള്ള വഴിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.